നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നത്തെ ഈ അധ്യായത്തിൻ്റെ 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ മനുഷ്യത്വം എന്നുള്ള വിഷയമാണ് ദൈവാത്മാവ് ഈ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളതിൻ്റെ 1 മുതൽ 1-ാം അധ്യായം വായിച്ചപ്പോൾ അവിടെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പറ്റി നമ്മൾ കണ്ടു. അവൻ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ്, അവൻ ദൈവമാണ്, അവൻ സൃഷ്ടിതാവാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ 2-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ എക്സ്പോസിഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ കണ്ടത്. അവിടെ നമ്മൾ വായിച്ചത് ഇതുകൊണ്ട് ഈ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എത്രയൊക്കെയാണ്, അതിനൊക്കെ ഇത്രയുണ്ടെങ്കിലും ഇത്ര വലിയ രക്ഷ നമുക്ക് നൽകിയ ആ ദൈവം ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വാണിങ്ങിനകത്തൂടെ മനസ്സിലാക്കിയത്. വല്ലപ്പോഴും നമ്മൾ ഒഴുകിപ്പോകാതെ കേട്ട വചനം ശ്രദ്ധയോടെ കരുതി കണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇവിടെ നമ്മൾ 1-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്കറിയാം ആ ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി തീർന്നത് അവൻ മനുഷ്യനായതുകൊണ്ടാണ്. മനുഷ്യനായി അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് അവന് ഏകജാതനായി മാറിയത്. ആദ്യജാതനായി മാറിയത്. ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം മനുഷ്യരോടുള്ള ബന്ധത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ തുടർന്ന് ലേഖനകർത്താവ് ദൈവത്വം വിശദീകരിക്കുന്നു. അതിനുശേഷം മനുഷ്യനായി തീർന്നതിനെ പറ്റി വിശദീകരിക്കുന്ന ഭാഗമാണ് 5 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. നമ്മൾ ഈ ലേഖനത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലൊരു ദൈവാസി ഇങ്ങനെ പറയാണ്, യഥാർത്ഥ ഒരു പ്രസംഗി എന്ന് പറയുന്നത് ഈ ബുദ്ധിമുട്ടിലിരിക്കുന്ന അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കംഫർട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അതുപോലെ കംഫർട്ടിലിരിക്കുന്ന വ്യക്തിയെ തൻ്റെ വചനം കൊണ്ട് അഫ്ലിക്റ്റ് ചെയ്യുന്നവനുമായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം കംഫർട്ടാന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ അവനെ എന്ത് ചെയ്യണം? അവൻ്റെ കംഫർട്ട് സോൺ മാറ്റി അവനെ കഷ്ടതയെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കണം. കഷ്ടതയിലിരിക്കുന്ന ജനത്തെ ആശ്വസിപ്പിക്കുന്നവനുമായിരിക്കണം ഒരു യഥാർത്ഥ പ്രസംഗം ഒരിക്കലും ഒരാൾ പറഞ്ഞു. നമ്മൾ ഈ എബ്രായ ലേഖനം വായിച്ചാൽ ഈ മുമ്പോട്ടൊരു വലിയ എക്സ്പോസിഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുന്നറിയിപ്പ് നൽകുക, ഒരു വാണിങ്. നിങ്ങളിങ്ങനെ പോയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ സംഭവിക്കുമെന്നുള്ളൊരു വാണിങ്. അതിനുശേഷം വീണ്ടും ആശ്വാസത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞ് താൻ പോവുകയാണ്. നമുക്ക് ഇനി 5-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവിടെ അതിന് മുമ്പിലത്തെ 4-ാം വാക്യവുമായിട്ട് നമുക്ക് തോന്നിയ ചില ബന്ധമില്ലെന്ന് തോന്നുമെങ്കിലും പെട്ടെന്നൊരു പ്രസ്താവന പറയുക. ആ പ്രസ്താവന നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ആരോടോ ഒരു ഉത്തരം പറയുന്ന പോലെ. എങ്ങനെ ആരോട് വന്ന് ചോദിച്ച് കാണും. ആ ചോദ്യത്തിന് ഉത്തരമാണ് അതിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്താ പറയുന്നത്? ഇവിടെ നമുക്കറിയാം, നാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവനെന്ത് ചെയ്യല്ലോ ആരോടോട് പറയുക. എന്നാലും അവർ ചോദിച്ച ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിലൊരു സംശയമുണ്ട്. ഈ ഭാവി ലോകം, അത് ഞാൻ പറഞ്ഞ മുമ്പോട്ട് നമുക്ക് പഠിക്കാം, ഈ ഭാവി ലോകത്തിൽ അത് ദൂതന്മാർക്ക് കീഴ്പ്പെടുമെന്നുള്ള ഒരു യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഭാവിയിൽ ദൂതന്മാരായിരിക്കും ഭൂമിയെ ഭരിക്കുന്നതെന്ന്. എന്നാൽ ഈ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ പറഞ്ഞിട്ട് പൗലോസ് അവരുടെ മനസ്സിലിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 5-ാം വാക്യത്തിൽ പറയുക. അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ആർക്കല്ല കീഴ്പ്പെടുത്തിയത്? ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. For it was not to angels that God subjected the world of the future which we are speaking. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, താൻ പറയുകയാണ് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. താൻ ഈ പറഞ്ഞ വാക്യത്തിന് മുമ്പിൽ താൻ ഒരു ഭാവി ലോകത്തെപ്പറ്റി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്, ഈ ഭാവി ലോകം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ദൂതന്മാർക്കല്ല കീഴ്പ്പെടുത്തിയത്. പിന്നെ ആർക്കാണെന്നൊരു ചോദ്യം വരും. എന്ന് വെച്ചാൽ ലേഖനകർത്താവ് ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, ദൂതന്മാർക്കല്ല കീഴ്പ്പെടുത്തിയിരിക്കുന്നത്, അവർ വലിയ ആൾക്കാരല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. പക്ഷേ അത് ആർക്കാ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ 1-ന്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. നമ്മൾ വായിച്ചതാണ് ആ വാക്യം. ഇനിയും ഭൂതലത്തിലേക്ക് ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവിനെ പ്രവേശിപ്പിക്കുന്നുണ്ട്. പ്രവേശിപ്പിക്കുമ്പോൾ അവിടെ ദൂതന്മാർ അവനെ എന്ത് ചെയ്യണം? ആരാധിക്കണമെന്ന് നമ്മൾ 6-ാം വാക്യത്തിൽ വായിച്ചത്.
ഇവിടെ ഈ ഭാവി ലോകമെന്ന് പറയുന്നത് എന്താണ്? ഞാനത് പറയാൻ വേണ്ടിയാണ് വന്നത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. കാര്യം ഇവർക്ക് ഈ ഭൂമിയെപ്പറ്റി നല്ല വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാര്യം അവരായിരിക്കുന്ന പ്രസന്റ് വേൾഡ്, ഫ്യൂച്ചർ വേൾഡ്, ഭാവി ലോകം. എന്നാൽ നമുക്ക് ഈ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഭൂമിയെ ചിന്തിച്ചാൽ നമുക്ക് 3 ലോകത്തെ കാണാൻ പറ്റും. ഒന്ന് പാസ്റ്റ് വേൾഡ്, പ്രസന്റ് വേൾഡ്, ഫ്യൂച്ചർ വേൾഡ്. ഒന്ന് കഴിഞ്ഞുപോയ ലോകം, ഇപ്പം നമ്മൾ ആയിരിക്കുന്ന ലോകം, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ലോകം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതെന്താ ഈ 3 ലോകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നേരം ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ 6-ാം വാക്യം 1:6 വായിച്ചത് ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ പറ്റി അവിടെ ലേഖനകർത്താവ് പറയുന്നുണ്ട്. പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു പറയുമ്പോൾ അതിനർത്ഥം എന്തുവാ? ഒന്ന് ഭൂതലത്തിൽ എന്ത് ചെയ്തിരുന്നു? പ്രവേശിച്ചിരുന്നു, പിന്നെയും പ്രവേശിപ്പിക്കുകയാണ്. ഇനി കർത്താവ് ഭൂമിയിൽ പ്രവേശിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ 2ാമത് ഭൂമിയിൽ ഈ ഭൂമിയെ വിധിപ്പാനും അവിടെ രാജാവായിട്ട് ഭരണം ചെയ്യാനും വരുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഈ എബ്രായ ലേഖനത്തിൽ തന്നെ, ഞാനത് ആ വിഷയം വന്നുകൊണ്ട് പറയാം, എബ്രായ ലേഖനത്തിൽ തന്നെ അതിനെപ്പറ്റി വ്യക്തമായിട്ട് വിവരണമുണ്ട്. നമുക്ക് ഒരു വാക്യം എബ്രായ ലേഖനത്തിൽ തന്നെ എടുത്തു വായിക്കും. 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ അത് തന്നെ വീണ്ടും പറയുന്നു. 2ാമത് എന്ത് ചെയ്യും? പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കും. അതെന്താണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 28, 28-ാം വാക്യം ഒന്ന് വായിച്ചോ. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാവങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2ാമതും പ്രത്യക്ഷനാവും. അതെ, വീണ്ടും പറയുകയാണ്, ഭാവിയിൽ കർത്താവ് വരുന്നതിനെ പറ്റി എബ്രായ ലേഖന കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരിക്കൽ എന്ത് ചെയ്തു? താൻ ഭൂമിയിൽ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ വന്നു. എന്നാൽ ഇനി ഒരു വരവുണ്ട്. ആ വരവ് അതാണ് ഭാവി ലോകമെന്ന് ഇവർ കണക്കാക്കുന്നത്. കാര്യം ഈ യഹൂദന്മാരെ സംബന്ധിച്ച് മിശിഹ വന്ന് അവരെ ഭരിക്കുന്ന ഒരു കാര്യം അവരുടെ ചിന്തയിലുണ്ട്. നേരെ അവരോട് പറയുക. എന്നാൽ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പറയുമ്പോൾ ഈ ഭാവി ലോകത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞു പാസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞു. പഴയ ലോകമെന്ന് പറയുന്നത് ഏതെങ്കിലുണ്ടായിരുന്ന ലോകമാണ്. ഞാനത് പിന്നീട് വിശദീകരിക്കാൻ സമയമുണ്ടെങ്കിൽ പറയാം. ഒന്നാമത്തെ ലോകം മനുഷ്യനോടനുബന്ധിച്ചിട്ടുള്ള ലോകമാണ് പറയുന്നത്. ഞാൻ അതിന് മുമ്പായിട്ട് ലോകം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന ആ ലോകമെന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിലാക്കിയ ഒരു ലോകം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിൻ കറപ്റ്റഡ് അല്ലാത്തൊരു ലോകമായിരുന്നു. അവിടെ എന്തില്ലായിരുന്നു? അവിടെ എല്ലാം ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കി കൊടുത്ത്, എല്ലാം കൊടുത്തിട്ട് അവരോട് കൽപ്പിച്ച് അവരെ അതിൻ്റെ ഭരണാധികാരിയാക്കി സകലത്തിനും അവരെ എന്ത് ചെയ്തു? അതിൻ്റെ മേലാക്കി അവിടെ ആക്കിയിരുന്നൊരു ലോകമാണത്. അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു കറപ്ഷനും ഇല്ലാത്ത മനുഷ്യന് താമസിക്കാവുന്ന ഒരു ലോകമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ ലോകം. പിന്നെ പ്രസന്റ് വേൾഡ് എന്ന് പറയുന്നത് ഇപ്പം അതിനുശേഷം നമ്മളിന്ന് ജീവിക്കുന്ന ലോകം തൊട്ട് എല്ലാ ലോകവും എന്താണെന്നറിയാമോ? സിൻ കറപ്റ്റഡ് ആയിട്ടുള്ള വേൾഡാണ്. പാപത്തിന് അതീതനായ, അല്ലെങ്കിൽ സകല കഷ്ടതയും നഷ്ടങ്ങളും വേദനയും ദുഃഖവും ദുരിതവുമുള്ളൊരു ലോകമാണ്. അതാണ് പ്രസന്റ് വേൾഡ് എന്ന് പറയുന്നത്. ഇതിനപ്പുറത്ത് ഒരു ഫ്യൂച്ചർ വേൾഡ് ഉണ്ട്. നമ്മുടെ എല്ലാ ദൈവമക്കളുടെയും പ്രത്യാശ നമ്മൾ കർത്താവിനോട് കൂടെ വാഴുമെന്നുള്ള പ്രത്യാശയാണ്. അത് ഭാവി ലോകമാണ്. ആ ഭാവി ലോകത്തിൽ കർത്താവ്, നമ്മൾ വായിച്ചത് വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ എന്ത് ചെയ്യുന്നു? പാപം കൂടാതെ 2ാമതും പ്രത്യക്ഷനാകും. അങ്ങനെ വരുന്ന ഒരു ഭാവി ലോകം കൂടെ നമുക്കുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ആ വാക്യം 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, അന്നേരം പൗലോസ് താൻ ഈ നാം പ്രസ്താവിക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഈ എബ്രായ ലേഖനത്തിൽ ഈ പറയുന്ന ഭാവി ലോകത്തെ പറ്റിയും നമ്മുടെ ഫ്യൂച്ചർ, നമുക്കറിയാം കർത്താവ് വരുമ്പോൾ മരിച്ചവരാണെങ്കിൽ അവർ അക്ഷയരായി ഉയർക്കും, ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരപ്പെടും, നാം അവനോടുകൂടെ വരും. നമ്മൾ എന്നിട്ട് കർത്താവിനോടുകൂടി ഭൂമിയിൽ വന്ന് നമ്മൾ ഈ ലോകത്തെ ഭരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം. ആ ഒരു വാഗ്ദത്തം നമുക്ക് നൽകിയതിനെ പറ്റി എബ്രായ ലേഖനത്തിൽ അതിനെ ചുരുക്കത്തിൽ നമ്മൾ വിശദീകരിച്ചാണ് കാണുന്നത്. ഒരു കാര്യം പറയണം, ഇവിടെ പറയുന്ന വാക്യത്തിൽ ഇങ്ങനെയാണ്, അവൻ ഭാവി ലോകത്തെ ആർക്കല്ല കീഴ്പ്പെടുത്തിയത്? ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൂതന്മാർക്കല്ലെങ്കിൽ പിന്നെ ആർക്കാ കീഴ്പ്പെടുത്തിയത്?
അത് നമ്മൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ, ശത്രുക്കളെ പാദപീഠമാക്കുമ്പോഴോ നീ എവിടെ ഇരിക്കാൻ പറഞ്ഞു? എൻ്റെ വലതു ഭാഗത്തിരിക്കാൻ. അങ്ങനെ അതിനുശേഷം ഇത് ആരോട് പറഞ്ഞ? പുത്രനോടോ ഒന്നും പറഞ്ഞ് നമ്മൾ വായിക്കുന്ന വേദഭാഗമാണ്. അങ്ങനെ നമ്മൾ അതിനുശേഷം വന്ന് കർത്താവ് പുത്രനാണ് ഈ ലോകത്തിൽ ഭരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറയും, ഈ വാക്യം യഥാർത്ഥ ദൈവമക്കളെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൂതന്മാർക്കല്ല അവനാക്കിയത്, പുത്രനെ ഈ ലോകത്തിൽ കർത്താവ് രാജാവായിട്ട് വാഴും. അവൻ രാജാതി രാജാവായിട്ട് വാഴുമ്പോൾ നമ്മളും അവനോടുകൂടെ രാജാക്കന്മാരായിട്ട് വാഴുമെന്നുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ട്. അതാ തിരുവചനം പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വാക്യം പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രത്യാശയും കൂടെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ശരിക്കും ദൂതന്മാർക്കല്ല ആക്കിയിരിക്കുന്നത്, ആർക്കാണ്? പുത്രനാണ് ഈ ഭാവി ലോകത്തിൽ അവൻ വാഴാൻ വരുന്നത്. അന്നേരം നമ്മൾ അതിൻ്റെ നമുക്കറിയാവുന്ന കുറേ വാക്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ 2-3 വാക്യം പെട്ടെന്ന് എടുത്ത് നമുക്ക് വേണമെന്ന് എടുക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ ആ വിഷയങ്ങൾ വന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ നമുക്കറിയാവുന്ന വേദഭാഗങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് ഒഴിച്ച്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടിവിച്ചു തന്റെ പിതാവായ ദൈവത്തിനും നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് അവിടെ നമ്മളെ എന്താക്കിയെന്ന പിതാവായ ദൈവത്തിന് നമ്മെ, മലയാളത്തിലെ ട്രാൻസ്ലേഷൻ തരാണ് രാജ്യവും പുരോഹിതൻ. രാജ്യവും നല്ല രാജാക്കന്മാരും, ഇംഗ്ലീഷ് വായിച്ചാൽ അറിയാം എന്താ ഇരിക്കുന്നത്, നമ്മെ കിങ്സ് ആൻഡ് പ്രീസ്റ്റ് എന്ന രാജാക്കന്മാരും പുരോഹിതന്മാരും നമ്മളെ ആക്കിയെന്ന. മലയാളത്തിൽ രാജ്യമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ വായിക്കുമ്പോൾ തെറ്റി പോകുന്നതാണ്. രാജാക്കന്മാരാക്കി നമ്മളെ മാറ്റി. അതുപോലെ നമ്മൾ വായിക്കും നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മൾ വായിക്കുന്നുണ്ട്. ഈ രാജാക്കന്മാരാക്കി ഇന്ന് നമ്മൾ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോഴും നമ്മൾ രാജാക്കന്മാരാ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുടെ മേലും നമ്മൾ രാജാക്കന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു സ്പിരിച്വലായിട്ടുള്ള വിഷയമാണ്. ഫിസിക്കലായിട്ട് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കർത്താവിനോട് കൂടെ നമ്മളെ വാഴുന്നവരാക്കും. അത് നമ്മൾ വായിക്കുമ്പോൾ 2-3 വാക്യം വായിച്ചോ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ച്. 5-ന്റെ-10. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമി വായിച്ചോ എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ശ്രദ്ധിക്കുക, എങ്ങനെയാ വിലയ്ക്ക് വാങ്ങിയവരെ പറ്റി പറയുക. വിലയ്ക്ക് വാങ്ങിയവരെ എന്ത് ചെയ്തു? അവിടെയും രാജ്യം നല്ല രാജാക്കന്മാരും എന്നാണ്. 10-ാം വാക്യം, തങ്ങളുടെ ദൈവത്തിന് എന്ത് ചെയ്തു? അവൻ ഭാഷത്തിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും എന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് അവരെ എന്താക്കി? രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. അവരെന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അന്നേരം ഈ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടു ഈ ഭാഗം, ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത് ഈ ഭാഗത്ത് വായിക്കുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയിൽ അവര് എവിടെ വാഴുന്നെന്നാണ് പറഞ്ഞത്? ഭൂമിയിൽ രാജാക്കന്മാരായിട്ട് വാഴുന്ന ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ സ്വർഗത്തിൽ നടക്കുന്നത്. ദർശനത്തിൽ യോഹന്നാൻ കാണുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടിട്ട് പറയുകയാണ് അവർ ഭൂമിയിൽ വാഴുന്നു എന്ന്. ഭാവിയിൽ നടക്കുന്ന കാര്യം സ്വർഗത്തിലെ അവിടെ മൂപ്പന്മാരും വീണ് കുഞ്ഞാടിനെ നമസ്കരിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ്. അവിടെ നമുക്ക് കാണാം എന്ത് ചെയ്തു? രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാരാണ്? രാജാക്കന്മാരാണ്. അവർ ഭൂമിയിൽ വാഴുന്നു. അവരാരോടുകൂടെ വരുന്നു? അവർ രാജാതിരാജാവായ കർത്താവിനോടുകൂടെ നമ്മൾ വാഴുന്നു എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ 20-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം തന്നെ 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം എന്ന് വെച്ചാൽ 20-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഏറ്റവും ലാസ്റ്റ് പാട്ട് മാത്രം വെച്ചാൽ മതി. ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു, അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അടുത്ത വാക്യം, അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ശ്രദ്ധിച്ചേ, ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് റെയിൻ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാഴും എന്ന് പറഞ്ഞാൽ ആ ഒരു ഭരണത്തിൽ നമ്മളും എന്താണ്? ഭാഗഭാക്കായി തീരുമെന്നുള്ള പറയുന്നത്. ഇനി നിങ്ങൾക്ക് വാക്യം മനസ്സിലായല്ലോ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാവി ലോകത്തെ പറ്റി എബ്രായ ലേഖന കർത്താവ് വിശദീകരിക്കുന്നത് അവരോട് പറയുകയാണ്, ഈ ഭാവി ലോകത്തെ അവൻ ആർക്കല്ല? ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. കാരണം ഞാൻ പറഞ്ഞു, ഈ ഇപ്പോഴത്തെ ലോകം ആർക്ക് കീഴ്പ്പെട്ട് കിടക്കാന്ന് നിങ്ങൾക്കറിയാവോ? ഇപ്പോഴത്തെ ലോകം പിശാചിൻ്റെ അണ്ടറില്ല. പിശാച് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ദൂതനായിരുന്നു, ഏഞ്ചലായിരുന്നു.
അതുകൊണ്ട് പറയാം, ഇപ്പം ദൂതന അവകാശം ഇവർ ചിന്തിച്ചിരുന്നത് ആ ദൂതനെ മാറ്റിയിട്ട് ഇവർ വേറെ ദൂതന്മാർ ഭരിക്കാൻ വരുമെന്ന് അവർ ചിന്തിച്ച, വേറെ നല്ല ദൂതന്മാരെ കൊണ്ടുവന്നിട്ട്. എന്നാൽ പറയുക അങ്ങനല്ല, അത് ആർക്ക് കൊടുത്തു? പുത്രന് കൊടുത്തു. ആ പുത്രനിലൂടെ നമ്മളും ഭരിക്കുന്നവരാകുമെന്നുള്ള വലിയൊരു വിഷയമാണ് അവിടെ ഈ ലേഖനകർത്താവ് എഴുതുന്നത്. നമുക്കറിയാം, ഈ പ്രസന്റ് വേൾഡ്, ഇന്നത്തെ ലോകം എങ്ങനെയാണ് അങ്ങനെ ആയതെന്നൊരു ചോദ്യം വരും. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പിശാച് യേശു കർത്താവിനെ പരീക്ഷിക്കാൻ പോകുമ്പോൾ അവൻ പറയുന്നൊരു വാക്കുണ്ട്. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് എടുത്ത് വായിച്ചു, അവിടെ കാണാൻ സാധിക്കും, ഈ രാജ്യത്വം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. നിങ്ങൾ 4-ാം അധ്യായത്തിന്റെ വാക്യം, പിശാച് പറയുക, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നീ എന്നെ ഒന്ന് വീട് നമസ്കരിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ചില വിശദീകരിച്ചിട്ട് പാസ്റ്റ് വേൾഡ് എങ്ങനെ ആയിരുന്നെന്നും പ്രസന്റ് വേൾഡ് എങ്ങനെ ആയിത്തീർന്നെന്നും ഫ്യൂച്ചർ വേൾഡ് എങ്ങനെ ആകുമെന്നുള്ളതും ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആ വാക്യം ഒന്ന് വായിച്ചാൽ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അത് ഇംഗ്ലീഷ് ആയിരിക്കുന്നത്, ഇറ്റ് ഹാസ് ബീൻ ഹാൻഡഡ് ഓവർ ടു മീ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ശരിക്ക് ഇവന് കൊടുത്തതല്ലായിരുന്നു, ഇത് ആർക്ക് കൊടുത്തതായിരുന്നു? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അത് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് എടുത്ത് ഇച്ചിരി കഴിയുമ്പോൾ നമുക്കത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അത് മനുഷ്യന് കൊടുത്ത അധികാരമായിരുന്നു. മനുഷ്യനിൽ നിന്ന് എന്ത് ചെയ്ത് കബളിപ്പിച്ച് ആ അധികാരം ആരെടുത്തു? പിശാച് എടുത്തിട്ട് പിശാച് ഇപ്പൊ പറയുകയാണ്, ഇതിപ്പോ ആരുടെ കീഴിലിരിക്കുക? ഈ പ്രസന്റ് വേൾഡ് എന്ന് പറയുന്നത് എൻ്റെ കീഴിലിരിക്കുകയാണ്, ഞാൻ നിനക്കിത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഈ വിഷയത്തെപ്പറ്റി വിശദമായിട്ടുള്ള പഠനങ്ങളുണ്ട്. ഈ പറയുന്ന ലോകത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് നമ്മൾ ഈ കാണിക്കുന്ന ലോകത്തിന് മേലുള്ള അധികാരത്തെ അല്ല, മറിച്ച് ലോകത്തിൻ്റെ ശക്തികളെല്ലാം പിശാചിൻ്റെ അണ്ടറില്ല. ഭരണാധികാരികൾ, ഇവിടുത്തെ സിസ്റ്റം, അതുപോലെ ഇവിടുത്തെ രീതികൾ നമുക്കെല്ലാം അറിയാം. ഇപ്പം ശാസ്ത്രം പഠിച്ചാൽ ശാസ്ത്രം ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് പഠിപ്പിക്കുന്നത്. സ്കൂളുകളായാലും ഇങ്ങനെ ആയാലും ഏത് നോക്കിയാൽ ലോകത്തിലെ എല്ലാ നിലയിലുള്ള തെറ്റായ ചിന്താഗതികളെയും അനുവർത്തിക്കുന്ന നിലയിലാണ് ലോകത്തിൻ്റെ സിസ്റ്റം പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ സിസ്റ്റത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആദ്യം നമ്മൾ വായിച്ചല്ലോ, ഈ ലോകത്തിന് നമ്മൾ വായിച്ചു, നമ്മൾ കേട്ടത് ഈ ശ്രദ്ധയോടെ ഒഴുകിപ്പോകാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് നമ്മൾ പോകരുത്. നമ്മളത് ആദ്യം വായിച്ചു. ഇവിടെ പറയാം, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കാര്യം ഈ പിശാച്, അതുപോലെ തന്നെ നമുക്ക് എടുക്കാം 1 യോഹന്നാൻ 5:19 വായിക്കുമ്പോൾ, 1 യോഹന്നാൻ 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. 1 യോഹന്നാൻ 5:19. And we know that we are of God and the whole world lieth in wickedness. എന്ന് വെച്ചാൽ അവൻ്റെ ദുഷ്ടന്റെ അധീനതയിലാണ് ഇത് മുഴുവൻ കിടക്കുന്നത്. അതുപോലെ 2 കൊരിന്ത്യർ നമ്മൾ വായിക്കുമ്പോൾ 2:2 നമ്മൾ വായിക്കുന്നു, അവൻ ഈ ലോകത്തിൻ്റെ അധിപതി എന്ന് പറയുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ അധിപതിയെ പറ്റി പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:4 വായിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവമോ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത് ഇപ്പോഴുള്ള ഈ പ്രസന്റ് വേൾഡ് അത് പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നതാണ്. എന്നാൽ ഒരു ഫ്യൂച്ചർ വേൾഡ്, ഒരു ഭാവി ലോകം വരുന്നുണ്ട്. ആ ഭാവി ലോകം കർത്താവിനും അവൻ്റെ മക്കൾക്കുമുള്ളതാണ്. അവനോടുകൂടെ രാജാക്കന്മാരായിട്ട് നമ്മൾ വാഴുന്ന ഒരു കാലമാണ് വചനം പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധിക്കൊക്കെ അപ്പുറമായിട്ടുള്ള കാര്യം. ഇനി അതെങ്ങനെ എല്ലാവരോടും ചെന്ന് എവിടെ വാഴുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും വെറുതെ ചോദിക്കേണ്ട. വചനം എഴുതിയിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ചെന്നവരെല്ലാം കൂടെ ചെന്നിട്ട് കർത്താവിനോട് തിരുന്ന് ഒരു കസാര ഇരുന്ന് ഒന്നിച്ച് വാഴുമോ? അതിനെപ്പറ്റിയൊക്കെ വലിയ പഠനശാഖയുണ്ട്. ഈ മില്ലേനിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്ന വിഷയം തന്നെ വലിയൊരു വിഷയമാണ്. അതിനെപ്പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുടെ ബുക്കുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ കാര്യങ്ങളെപ്പറ്റി, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഈ ഭാവി കാര്യങ്ങളെപ്പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. പിന്നെ ചില ആൾക്കാർ ഭാവി കാര്യങ്ങളെപ്പറ്റി ഇതിങ്ങനെ പഠിച്ച് അങ്ങോട്ട് ബുദ്ധി കൂടിപ്പോയിട്ട് അവസാനം ഇതൊന്നും നടക്കാത്തതാണെന്ന് പറഞ്ഞ് എല്ലാം ഇട്ടേച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അതിലും ഭേദം നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടുന്നുള്ള കാര്യങ്ങൾ, പ്രസന്റ് ലൈഫിനെ പറ്റിയുള്ള കാര്യങ്ങൾ, നമ്മൾ ആത്മീയമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ നേരെ അങ്ങ് പോയാൽ മതി. ഭാവിയിലുള്ള കാര്യങ്ങളെപ്പറ്റി കർത്താവ് അത് ചെയ്തോളും. വചനം പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്താൽ മതി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട്
ഈ അടുത്ത വാക്യത്തിലേക്ക് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. അതായത് ഈ ഭാവി ലോകത്തെ എന്ത് ചെയ്തു? അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. നീ ശത്രുക്കളെ പാദപീഠമാക്കുമ്പോഴും നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് അവൻ രണ്ടാമത് വരുമെന്നും നമ്മൾ അവനോടുകൂടെ ഈ ഭൂമിയെ ഭരിക്കുമെന്നും അവർ ഭൂമിയിൽ വാഴുന്നുവെന്നുമുള്ള നമ്മൾ വാക്യം കേൾക്കുമ്പോൾ നമുക്കറിയാം രണ്ടാമത് അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ആൾക്കാരെല്ലാം ഇപ്പം അച്ഛാ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലോട്ട് പോകുന്നു. സ്വർഗത്തിലൊന്നുമില്ല, നമ്മൾ പോകുന്ന ആദ്യം എങ്ങോട്ടാണ് പോകുന്നറിയോ? നമ്മൾ ഇവിടുന്ന് കർത്താവിനോട് കൂടെ ഇരുന്ന് ഭൂമിയെ വാഴുന്നവരായിട്ട് ഇതിൻ്റെ ഭാവി ശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ പഠിച്ച് കേൾക്കാം. പക്ഷേ അതറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ അറിഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങൾ അറിയുക. പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക, മനസ്സിലാക്കുക ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. പിന്നെ അതിനെപ്പറ്റി പഠിക്കാൻ കഴിവുള്ളവരും പഠിപ്പിക്കാൻ കഴിവുള്ളവരൊക്കെ പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഞാൻ ഇനി തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇവിടെ 5-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പം ഞാൻ പറഞ്ഞു പിന്നെ താഴോട്ടുള്ള വാക്യങ്ങൾ ഇവിടെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ് പറഞ്ഞത്. ഈ ഭാവി ലോകം അത് ദുഷ്ടൻ ഏഞ്ചൽസിന് ആയിരിക്കുമല്ലോ ഭരിക്കുന്നത് എന്നുള്ള അവരുടെ ചിന്തയ്ക്ക് വിരുദ്ധമായിട്ട് അങ്ങനല്ല. ഈ പ്രസന്റ് വേൾഡ് ഏഞ്ചൽസിൻ്റെ എന്ന് വെച്ചാൽ തെറ്റിപ്പോയ ദൂതന്മാരുടെ കീഴിലാണ് കിടക്കുന്നത്. പക്ഷേ ഭാവി ലോകം പുത്രനാണ് നിൽക്കുന്ന പുത്രന്റെ കൂടത്തിൽ നമ്മളും ചേർന്ന് വാഴുമെന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് പിന്നെ 6 മുതലുള്ള വാക്യങ്ങൾ വരുമ്പോൾ ഇത്രയും കേട്ടപ്പം തോന്നാവുന്ന ഒരു സംശയമാണ് 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചോ. 2:6. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? മതി. ഇവിടെ ഒരു പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചേക്കുക. ഇതെടാ, നമ്മള് മനുഷ്യൻ എന്ത് ചെയ്യും? കർത്താവിനോട് കൂടെ വാഴുമെന്നു. അത് വന്നപ്പം കേട്ട ആളുടെ മനസ്സിൽ വേണേ എന്ത് ചെയ്യാം? ഒരു ചോദ്യം വരാം. പക്ഷെ ഈ ചോദ്യം എവിടുന്ന് കൊണ്ടുവന്നറിയാവോ? ഇത് രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ 8-ാം വാക്യത്തിൽ അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുമ്പോൾ എനിക്ക് ആ വാക്യം ഭയങ്കര രസമാണ്. 8-ാം വാക്യത്തിൽ എവിടുന്ന് എഴുതിയാണ് പറഞ്ഞേക്കുന്നത്? ഒരുത്തൻ ഒരിടത്ത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? 8-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നത്. ആരോ ഒരിടത്ത് എവിടോ പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനല്ല കാര്യം. സകലതും 8-ാം സങ്കീർത്തനം നമുക്കറിയാം, 8-ാം സങ്കീർത്തനത്തിലെ വാക്യമാണ്. അത് എടുത്തിട്ട് ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പം യേശു കർത്താവും മനുഷ്യനായി തീർന്നതിൻ്റെ കാരണം എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുക. അതിന് താൻ പറഞ്ഞു വരിക ഇങ്ങനെ അവൻ്റെ കൂടെ ഭരിക്കുമെന്നോ? അതിന് മനുഷ്യൻ എന്ത്? മനുഷ്യനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം എന്നുള്ളൊരു ചോദ്യം. ഹൗ ആൻഡ് വൈ ഡിഡ് ദ സൺ ഓഫ് ഗോഡ് അല്ലെങ്കിൽ only begotten son become man? എന്തുകൊണ്ടാണ് ഏകജാതനായ പുത്രൻ മനുഷ്യനായി തീർന്നത്? അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് ഈ മനുഷ്യരെ തൻ്റെ കൂടെ, ഞാൻ പറയാം മനുഷ്യരെ തൻ്റെ കൂടെ ഭരണാധികാരിയാക്കണമെങ്കിൽ അവനെ ഓർക്കാൻ എന്താ ഇത്ര പ്രത്യേകതയുള്ളത്? അതിന് ഉത്തരമാണ് തുടർന്നുള്ള 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? സിമ്പിൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ഓർത്തത്. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സിമ്പിൾ ആൻസർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ചോദ്യം, ഇതൊരു വലിയ ഫിലോസഫിക്കൽ ചോദ്യം, അതിലേക്ക് കടന്നു വരാം. മനുഷ്യപുത്രനെ ഓർക്കാനുള്ള അവൻ്റെ സ്നേഹം കൊണ്ടാണ്. രണ്ടാമത് എങ്ങനെയാണ് വീണ്ടെടുത്തത്? അത് നമ്മൾ ഫിലിപ്പിലെ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തോട് സമത്വത്തിൽ ഇരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളാണെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെ താൻ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് വന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ദൈവസ്നേഹം പുത്രൻ തമ്പുരാനെ മനുഷ്യരൂപത്തിലേക്ക് ഭൂമിയിലേക്ക് വരുവാനും മനുഷ്യനായി തീരുവാനും ഇടയാക്കിയെന്ന എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് വേറെ. നമ്മൾ ഔട്ട് വായിക്കും മനസ്സിലാക്കുന്നത് അങ്ങനെ വരാനുള്ള കാരണം എന്താ? നമ്മൾ വെച്ച പാസ്റ്റ് വേൾഡ്, ആ പഴയ ആ ഭൂമി അത് ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞ ഭൂമിയായിരുന്നു, മനുഷ്യന് അധികാരമുള്ള ഭൂമിയായിരുന്നു. ആ ഭൂമി മനുഷ്യൻ പിശാചിന് വിട്ടുകൊടുത്തു, സകലതും നഷ്ടപ്പെടുത്തി, അധികാരം നഷ്ടപ്പെടുത്തി. ആ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നത്. ഇപ്പോൾ ആരുടെ അധികാരത്തിൽ? പിശാചിന്റെ അധികാരത്തിൽ ഇരിക്കുക.
അത് വീണ്ടെടുത്ത് മനുഷ്യനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി, റിഡീം ചെയ്യാൻ വേണ്ടി, വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിന് മനുഷ്യനെ ഓർക്കാൻ അവനെന്തെന്നുള്ള ചോദ്യം. ഇവിടെ ഒരു ചോദ്യം നമ്മൾ വായിക്കും. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇവിടെ കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അത് വായിക്കും. നമ്മളിപ്പോൾ ഇന്ന് വായിച്ച വേദഭാഗത്തിൽ ഏകദേശം ഒരു 8 കാരണങ്ങൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞ് നമ്മൾ പോകാം. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് അവൻ മനുഷ്യനായി തീർന്നു, മനുഷ്യനെ ഓർക്കേണ്ടതിന് എന്തെന്നുള്ള ചോദ്യം അത് ഞാൻ വരും പറയാം. മനുഷ്യനെ ഓർക്കേണ്ടത്, വാട്ട് ഈസ് മാൻ? ഇംഗ്ലീഷിൽ ഞാൻ തുടങ്ങുന്ന 6-ാം വാക്യം, വാട്ട് ഈസ് മാൻ ദാറ്റ് യു ആർ മൈൻഡ്ഫുൾ ഓഫ് ഹിം. വാട്ട് ഈസ് മാൻ? എന്താണ് മനുഷ്യൻ? മനുഷ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോക മനുഷ്യനോട് ചോദിച്ചാൽ എന്താ പറയും? ഫിലോസഫിയ തത്വജ്ഞാനികൾ മനുഷ്യനെ പറ്റി പറയുന്നത് അവര് ഇപ്പം ഞാൻ പറയാം, ഒരു മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി ഒരു വിഗ്രഹാരാധിയായ മനുഷ്യൻ പറയുന്നത് വേണമെങ്കിൽ ഒരു മൃഗങ്ങളെക്കായാലും അല്ലെങ്കിൽ പക്ഷികളെക്കാളും ഒക്കെ താണവനാ. അവരെന്ത് ചെയ്യും? പക്ഷിയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ആരാധിക്കും. അവരുടെ മനസ്സിൽ ഇഴജന്തുവിനേക്കായാലും അതുപോലെ മൃഗജാതികളെക്കായാലും ഒക്കെ താണവനാ മനുഷ്യന്. എന്നാൽ ഒരു മെറ്റീരിയലിസ്റ്റ്, ഒരു ഭൗതികവാദിയെ സംബന്ധിച്ച് അവൻ പ്രാപഞ്ചിക ശക്തിയെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ അതിനേക്കാളും താണവനാണെന്ന് അവന് തോന്നും. ഇനി ശാസ്ത്രത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് മാൻ, മനുഷ്യൻ എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറയും അത് എങ്ങനെ പൊട്ടി എങ്ങനെ ഉണ്ടായി ഒരു കുരങ്ങന്റെ വാലൊക്കെ വന്നാന്ന് അവൻ പറയും. ഇങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതെല്ലാം ഡെഫിനിഷൻ വാട്ട് ഈസ്. പക്ഷേ ഇവിടെ എബ്രായ ലേഖനർത്ഥം പറയും വാട്ട് ഈസ് മാൻ, മനുഷ്യൻ എന്താണ്, അവനെ ഓർക്കാൻ ദൈവത്തിന് എന്താണ് കാരണം എന്നുള്ളൊരു ചോദ്യം ഇവിടെ നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ അതിൻ്റെ 8 കാരണങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ വാക്യത്തിലേക്ക് പോകാം. ഇവിടെ പറഞ്ഞ് നമ്മൾ ഈ വായിച്ച 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന ഉടനെ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ 8-ാം വാക്യത്തിൻ്റെ അവസാനം നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. എന്തു പറയുകയാണ്? സകലതും എന്ത് ചെയ്തു? അവന് ഒരു വാക്യമുണ്ട്, അതിനകത്ത് നമ്മൾ ആ വാക്യം വിശദീകരിക്കുന്നുണ്ട്. 7-ാം വാക്യത്തിൻ്റെ അവസാനത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, സകലതും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഇത് നമ്മൾ സങ്കീർത്തനത്തിലെ വിഷയത്തേക്ക് പോകുന്നുണ്ട്. അതിനുമുമ്പായിട്ട് ഞാൻ 8 കാരണങ്ങൾ മാത്രമെന്ന് പറയുക. 8-ാം വാക്യം എങ്ങനെ പറയുന്നത്? സകലതും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. എന്നാൽ അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നതോ എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഇത് രണ്ടും 2 ലോകങ്ങളാണ്. ഒന്ന് പാസ്റ്റ് വേൾഡും ഒന്ന് പ്രസന്റ് വേൾഡുമാണ്. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണമെന്ന് വിശ്വസിക്കുകയാണ്. കാര്യം ഒന്നെന്ന് പറയുന്നത് സകലതും ദൈവം അവൻ്റെ കാൽ കീഴാക്കിയായിരുന്നു. ഇപ്പോഴെന്തായിട്ടാ ഈ ലേഖനർത്താവ് എഴുതുന്ന പറയും ഇപ്പോൾ സകലവും കാൽ കീഴായിട്ട് എന്തില്ല, കാണുന്നില്ല. കാര്യം വി ആർ ലിവിങ് ഇൻ ദ പ്രസന്റ് വേൾഡ്. ആ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സിന്നിനകത്തുള്ള പാപത്താൽ കറപ്റ്റഡ് ആയിട്ടുള്ള ലോകമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ പറയാം, ഒന്നാമത് കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം ദൈവം കീഴ്പ്പെടുത്തി കൊടുത്ത ആ അവസ്ഥയെ പിശാചിന്റെ വഞ്ചനയാൽ നഷ്ടപ്പെടുത്തി സിൻ കറപ്റ്റഡായി സകലതും നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനെ നോക്കിയിട്ട് കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അതാ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ എൻ്റെ എന്ത് ചെയ്തു? എങ്കിലും അവൻ വായിക്കുന്നത് അല്പം താഴ്ച വന്നവനായി. ഇതിനകത്തൊരു വാക്യമുണ്ട്. നിങ്ങൾ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2-6 വായിക്കുമ്പോൾ ദൂതന്മാരെക്കാളും എന്ത് ചെയ്തു? മനുഷ്യനെ പറ്റി പറയുന്നതാണ്. ഞാൻ പിന്നീട് വിശദീകരിക്കാൻ പറയാം. എന്താ വായിക്കുന്നത്? അവൻ മനുഷ്യനെ എന്ത് ചെയ്തു? അല്പം മാത്രം താഴ്ത്തി. നമ്മൾ ആദ്യ ഭാഗത്ത് വായിച്ചായിരുന്നു, 1-ാം അധ്യായത്തിൽ വായിച്ചായിരുന്നു. യേശു കർത്താവിനെ പറ്റി വായിക്കുമ്പോൾ അതെന്ത് ചെയ്തു? ദൂതന്മാരെക്കാളും ഇവിടെ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുമ്പോൾ ദൂതന്മാരെക്കാളും ഏറ്റവും വലിയ നാമത്തിന് എന്ത് ചെയ്തു? ദൂതന്മാരെക്കാളും ഉയർത്തിയെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ 1-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ ഞാനൊന്ന് പറഞ്ഞതാണ്. എന്ത് ചെയ്യും? 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വിശിഷ്ടമായ നാമത്തിന് 4-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചതാ. അവിടെ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠമായ നാമത്തിന് യോഗ്യനായവൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്താ പറയുന്നത്? ദൂതന്മാരെക്കാളും അല്പം മാത്രം താഴ്ത്തി. എന്നിട്ട് യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് എന്ത് ചെയ്തു? ദൂതന്മാരെക്കാളും ഉന്നതനായിരുന്നവൻ മനുഷ്യരെ ദൂതന്മാരെക്കാളും താണവരായിരുന്നത് കൊണ്ട് 9-ാം വാക്യത്തിൽ വായിക്കുകയാണ്, മരണമില്ലാത്തവൻ മരണം ആസ്വദിക്കുവാൻ എന്ത് ചെയ്തു? ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചു. അതായത് ഞാൻ പറഞ്ഞ അർത്ഥം, ഒന്ന്
നമ്മളെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി യേശു ഭൂമിയിൽ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻ കറപ്റ്റഡ് ആയതുകൊണ്ട് സകലതും എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയ ലോകത്തെ മാറ്റുന്നതിന് വേണ്ടി. ഇത് നമ്മൾ വെച്ച തിയോളജി ആണല്ലോ, ഇത് നമ്മളോടുള്ള കാര്യമാണ്. ദൈവം ഒരു ദൈവമകനെ അധികാരപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനങ്ങളുണ്ട്. അന്ന് ഏദനിൽ എങ്ങനെ ദൈവം കൊടുത്ത അധികാരത്തെ പിശാച് വഞ്ചനയിൽ കൂടെ മാറ്റി, എങ്ങനെ പിശാച് അവൻ്റെ അധികാരം കവർന്നെടുത്തോ, അതുപോലെ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് വീണ്ടെടുക്കപ്പെട്ട ദൈവമകന് ചില അധികാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എങ്ങനെ വേദനയിലായിരുന്നു അതുപോലെ നമ്മളെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്തു? പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തുള്ളവരല്ല, അറിവില്ലാത്തവരല്ലല്ലോ. കാര്യം അതിന് കാരണം ഏദനിൽ അവൻ കടന്നു വന്നു. ഏദനിൽ കടന്നു വന്ന് അവൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന അധികാരത്തെ മുഴുവൻ വഞ്ചിച്ചെടുത്ത് അധികാരം അവൻ്റെ മേലാക്കി. ഇന്ന് ഞാൻ പറയാം, ദൈവമക്കളായിത്തീരുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന അധികാരങ്ങളുണ്ട്. പുത്രത്വത്തിനകത്ത് കൂട്ടവകാശികളാണ്. എന്നാൽ പിശാചിന് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ പോലെ അവൻ വരും. അവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷം കെടുത്തും, നമ്മുടെ അധികാരം നഷ്ടപ്പെടുത്തി കളയും, നമ്മുടെ വഴികൾ അവൻ ബ്ലോക്ക് ചെയ്യും, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തും. ഇങ്ങനെ കർത്താവ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പാത്തിരിക്കുന്ന പോലെ ചില ആൾക്കാർ ഇട്ട പോക്ക് പോകും. കണ്ടില്ലേ? പിന്നെ മീറ്റിങ്ങിന് വിളിച്ചാലും വരത്തില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ. ഈ എവിടാന്നൊക്കെ ചോദിച്ചാൽ പിന്നെ മീറ്റിങ്ങിന് വിളിക്കുക ആൾക്കാരെ കാണാനേ ഇല്ല. എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അങ്ങ് പോവും. എന്നാൽ ഇത് നമുക്കുള്ളൊരു ഉത്തരവ്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു പറയുന്നത്, നമ്മൾ ആ വിഷയത്തെ പറ്റി കൺസേൺ ആയിരിക്കണം, മനസ്സിലാക്കണം. ഇവിടെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി വരുന്ന കർത്താവുണ്ട്, പുനഃസ്ഥാപിക്കാൻ വേണ്ടി വരുന്ന കർത്താവ് ഒന്നാമത്. രണ്ടാമത് അവൻ എന്തിനാ വന്നത്? മരണം ആസ്വദിക്കാൻ. എന്തിനു വന്നു? നമ്മൾ വായിച്ചത് 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നു. രണ്ടാമത്. പിന്നെ മൂന്നാമത് നമ്മൾ ഞാൻ പെട്ടെന്ന് വായിച്ചോ, ഇന്ന് അല്ല തീരത്തില്ല. മൂന്നാമത് വായിക്കുന്നത് 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചാൽ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ടു ബ്രിങ് മെനി സൺസ് ടു ഗ്ലോറി, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്താ? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നതിന് വേണ്ടിയാണ് അവൻ ഭൂമിയിൽ വന്നത്. ഒന്ന് നമ്മളെ റീസ്റ്റോർ ചെയ്യാൻ, രണ്ടാമത് അവൻ മരണം ടേസ്റ്റ് ചെയ്യാൻ. ടേസ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യകുലത്തിന് വേണ്ടി. അതുകൊണ്ടാണ് നമുക്ക് അവൻ മരണമില്ലാത്ത ദൈവം മനുഷ്യനായി നമ്മളെപ്പോലെ വന്ന് മരണം ടേസ്റ്റ് ചെയ്ത്. മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ ഒരു പെട്ടിക്കകത്ത് കിടക്കുന്ന കാര്യമല്ലേ പറയുന്നത്. മരണം എന്ന് പറയുന്നത് നമുക്കുള്ള ശരിക്കുള്ള മീനിങ് എന്ന് പറയുന്നത് വേർപാടെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള വേർപാടിൻ്റെ ആഴം, അല്ലെങ്കിൽ ആ നിത്യ നരകം, അത് നമുക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് പകരക്കാരനായി തീർന്ന് നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. അന്ന് ഞാൻ പറഞ്ഞു, മൂന്നാമത് കാണുന്നത് ടു മെനി സൺസ് ടു ഗ്ലോറി, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുവാൻ. പിന്നെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 14-ൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പിശാചിനെ നീക്കിക്കളഞ്ഞു. വായിച്ചു അതിൻ്റെ 15-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെ, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ എന്ത് ചെയ്തു? തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. അങ്ങനെ ആകുമ്പം അടുത്തത് വന്നത്, നാലാമത് വന്നത് ടു ഡിസ്ട്രോയ് ദ ഡെവിൾ, പിശാചിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കടന്നു വന്നത്. അതിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2-ാം ഭാഗത്ത് വായിക്കുന്നത് എന്ത് ചെയ്തു? മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിക്കാൻ വേണ്ടി വന്നു. കാര്യം അവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഹി ഡെലിവർ ദോസ് ഹു ആർ ഇൻ ബോണ്ടേജ്, ഈ ബന്ധനത്തിൽ കിടന്നവരെ. അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് 15-ാം വാക്യത്തിൽ, മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ബന്ധനത്തിലായിരുന്നവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി വന്നു. ഇനി നമ്മൾ 17-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് വായിക്കുമ്പോൾ 17-ാം വാക്യത്തിന് 2-ാം ഭാഗത്ത് വായിക്കുന്നത്, സകലത്തിലും സഹോദരന്മാരുടെ സദൃശനായി തീരുവാൻ, വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന് നമുക്ക് വേണ്ടി അവൻ എന്തായി തീരാൻ വേണ്ടി വന്നു? വിശ്വസ്ത. 17-ാം വാക്യം വായിച്ചാൽ കാണാൻ സാധിക്കും, അവൻ കരുണയുള്ളവനും ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അടുത്ത അതിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, അതുപോലെ തന്നെ ഒരു ഭാഗം കൂടെ കാണുന്നുണ്ട്, നമുക്ക് വേണ്ടി 17-ാം വാക്യത്തിൽ തന്നെ നമുക്ക് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പിസിയേഷൻ ഫോർ അവർ സിൻ, നമുക്ക് പകരക്കാരനാകാൻ വേണ്ടി അവൻ ഇറങ്ങി വന്നു.
അവസാനമായിട്ട് നമ്മൾ വായിക്കുന്നത് അതിന് 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് സഹായം തരുന്നവനായി തീരാൻ വേണ്ടി അവൻ ഭൂമിയിൽ വന്നു. ഇങ്ങനെ 18-ാം വാക്യം വായിക്കുന്നത്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനായിരുന്നു. അതിന് കർത്താവ് വന്നതിൻ്റെ 8 കാര്യങ്ങൾ നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുന്നത്. ഞാൻ അതിലേക്ക് കടന്നു വരാം. നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് കർത്താവ് വന്നു. മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്തെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, കർത്താവിന് കൊടുത്ത അധികാരങ്ങളെ നഷ്ടപ്പെടുത്തിയ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം മൂലം അവൻ സ്വർഗത്തിലെ അധികാരം വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്നു നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി. 8 കാര്യങ്ങൾ അവൻ നമുക്ക് വേണ്ടി ഈ മനുഷ്യനായി തീർന്നത് കൊണ്ട് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത 8 കാര്യങ്ങൾ നമ്മൾ ഈ ഭാഗത്ത് വായിച്ചു. അതായത് നമ്മൾ 1-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും ദൂതന്മാരെക്കാളുള്ള ശ്രേഷ്ഠതയും പഠിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ മനുഷ്യത്വത്തെ പറ്റി പഠിക്കുന്നു. നമ്മളിവിടെ തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ ദൈവം മറക്കുന്ന ദൈവമല്ല, ദൈവം റിമെമ്പർ ചെയ്യുന്ന ദൈവമാണ്. മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്, നമുക്ക് ഒത്തിരി പഴയ നിയമത്തിൽ വായിച്ച ഒത്തിരി ഭാഗത്ത് ദൈവം മനുഷ്യനെ ഓർത്തതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം എന്ത് ചെയ്തു, ഈ മനുഷ്യ കുലത്തെ മൊത്തം നമ്മളെ എല്ലാവരെയും, മർത്തിനെ നീ ഓർക്കേണ്ടതിന് എന്ത്, മനുഷ്യപുത്രനെ നമ്മൾ വായിച്ച വാക്യം, ഓർക്കേണ്ടതിന് എന്ത്, നീ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദഭാഗം സങ്കീർത്തനങ്ങൾ നമ്മൾ 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഈ ഭാഗം ശരിക്കും അവിടെ വായിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ, ദാവീദ് ആടിനെ മേയിച്ചുകൊണ്ട് താൻ ഇങ്ങനെ തുറസായ സ്ഥലങ്ങളിലൊക്കെ കിടക്കുകയും താൻ ആകാശത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ സൃഷ്ടികളെയൊക്കെ കാണുമ്പോൾ തൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് സംസാരിച്ച വചനങ്ങളെ അവൻ എഴുതിയതാ. നമ്മൾ 19-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് താൻ എഴുതുമ്പോൾ തൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളെന്ന് പറയുന്നത് ഞങ്ങൾ എന്താ ഉള്ളതെന്നുള്ളൊരു ചിന്ത കടന്നു വരുന്നുണ്ട്. അത് നമ്മൾ 2-ാം അധ്യായത്തിൽ ഇത് കോട്ട് ചെയ്തിരിക്കുന്ന 2-ാം അധ്യായത്തിലെ 8-ാം അധ്യായത്തിലെ സങ്കീർത്തനം 8 എടുത്ത് നമുക്ക് അതെടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്ന് സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ അവിടെ ഈ ഭാഗം ഇവിടെ കോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പിൽ എന്താണ് ദാവീദിൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന, ഇവിടെ ഒരുവൻ ഒരിടത്തെന്ന് പറയുന്ന ആരാന്ന് നമുക്കറിയാം, അത് ദാവീദിൻ്റെ കാര്യമാണ് പറയുന്നത്. ദാവീദ് അതെങ്ങനെയാണ് അത് പറയുന്നത് നമുക്ക് ആ വേദഭാഗത്തിലേക്ക് എടുക്കാം. 8-ാം അധ്യായത്തിൻ്റെ 8-ാം അധ്യായം നമുക്കറിയാം, കർത്താവേ നിന്റെ നാമം തുടങ്ങുന്നത് എങ്ങനെയാ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അവസാനിക്കുന്നു എങ്ങനെയാ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പറയാ, അതിൻ്റെ 1-ാം വാക്യം പറയുമ്പോൾ നീ ആകാശത്ത് നിന്റെ തേജസ് വച്ചിരിക്കുന്നു. കർത്താവ്, ഞാൻ കടന്നിങ്ങനെ നോക്കുന്ന ഉടനെ നിന്റെ വലിയ സൃഷ്ടിപ്പ് ഞാൻ കാണുക. പിന്നെ അതിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോഴോ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യം എബ്രാഹിം ലേഖനകർത്താവോട് കൊടുക്കുന്നത്. ശരിക്ക് ഇത് ഈ ദാവീദിന്റെ സങ്കീർത്തനം നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ട് താൻ നോക്കൂ, ഈ ചന്ദ്രനെ നക്ഷത്രങ്ങളെ ഓർക്കുമ്പോൾ എന്താണ്, മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രമെന്നുള്ള തൻ്റെ ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ തുടർന്നുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. എന്ത് ചെയ്തു, നീ ചിന്തിക്കുന്നത് പോലല്ല ഈ കാണുന്ന ഈ സകല ചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ച് അധികാരം കൊടുത്തൊരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ചോദ്യം തൻ്റെ മനസ്സിൽ കടന്നു വന്നപ്പോൾ 5 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആരാണ് മനുഷ്യനെന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ 5 മുതലുള്ള 8-ാം 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോ, ഒന്ന് വായിച്ചേ. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അവനെ എങ്ങനെ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഇത് നമ്മുടെ മലയാളം ബൈബിൾ ദൈവത്തെക്കാൾ, ശരിക്കും അതിൻ്റെ ഗ്രീക്കിലുള്ള വേർഡിൽ ദൂതന്മാരെന്നുണ്ട്. ഈ എബ്രായ ലേഖനത്തിലേക്ക് വന്നപ്പോൾ അവിടെ അത് ദൂതന്മാരെന്ന് ആക്കിയിരിക്കുന്നതിൻ്റെ കാരണം ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ പറഞ്ഞതുകൊണ്ടാണ്. അവിടെ അഡോണായി എന്നുള്ള വാക്ക് ദൈവം എന്ന് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷേ അത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഗ്രീക്കിൽ നിന്ന് ഹീബ്രുവിൽ അത് അഡോണായി എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്, ദൈവം എന്ന് പറഞ്ഞ്. അതുകൊണ്ട് മലയാളം ട്രാൻസ്ലേഷനിലെല്ലാം ദൈവം തന്നെ വെച്ചിരിക്കുന്നു ഒറിജിനൽ മൂലഭാഷയിൽ. എന്നാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലെല്ലാം ഏഞ്ചൽസ് എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് ആ വാക്യം. നീ അവരെ എന്ത് ചെയ്തു,
ദൂതന്മാരെക്കാളും അല്ലെങ്കിൽ ഏഞ്ചൽസിനേക്കാളും എന്ത് ചെയ്തു? അല്പം മാത്രം താഴ്ത്തി. എന്നിട്ട് അവനെ എന്ത് ചെയ്തിരുന്നു? ഇവനോട് പറയുക, നീ ഈ കാണുന്ന ഇതിനെ നോക്ക്, മനുഷ്യനെ ഓർക്കാൻ എന്തെന്നല്ല നീ ചിന്തിക്കുന്നത്, അങ്ങനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്ത് ചെയ്തു? അവനെ ദൈവം സൃഷ്ടിച്ച തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. എന്നിട്ട് തീർന്നില്ല. അടുത്ത വാക്യം വായിച്ചോ. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. അവനെ എന്ത് ചെയ്തു? അവനെ അധിപതിയാക്കി. ദാവീദ് തന്നെ മനസ്സിൽ നിന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ കൊടുക്കുക. എന്താ മനുഷ്യൻ? ഈ പറയുന്ന പോലെ വേണമെങ്കിൽ ചിന്തിക്കാം. അവന്റെ മനസ്സിൽ വന്ന ചിന്ത ഇങ്ങനെ ആയിരിക്കും, കർത്താവേ, ഞാനൊരു 30-80 വർഷം അല്ലെ 100 വർഷം ജീവിച്ച് ഈ ലോകത്ത് തീരുന്നൊരു മനുഷ്യനാ. പക്ഷേ ഈ അണ്ടകടാഹങ്ങളൊക്കെ എത്ര വർഷങ്ങളായിട്ട്, കോടാനുകോടി വർഷങ്ങളിൽ നിന്ന് ലോക മനുഷ്യൻ പറയുമ്പോൾ അത്രയ്ക്ക് നാളുകൾ നീണ്ടു നിന്ന് ഇതിന് മുമ്പ് മനുഷ്യനെ എന്തോ ഉണ്ട് ഓർക്കാൻ. പക്ഷെ ദൈവം അവനോട് പറയുക, നീ ചിന്തിക്കുന്നത് പോലല്ല, നിന്നെ സൃഷ്ടിച്ചത് ദൂതന്മാരെക്കാളും അല്പം മാത്രം താഴ്ത്തിയിട്ട് തേജസ്സും ബഹുമാനവും നിന്നെ അണിയിച്ച്, എന്നിട്ട് എന്ത് ചെയ്തു? കൈകളുടെ പ്രവർത്തികൾക്ക് നിന്നെ എന്ത് ചെയ്തു? അധിപതിയാക്കി. സകലത്തെയും നിന്റെ കാൽ കീഴാക്കി. ഏതിനെയൊക്കെയാ പറയുന്നത്? എല്ലാം അവിടെ പറയുന്നത്. ദൈവം ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ സൃഷ്ടിപ്പ് മുഴുവൻ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? ആടുകളെയും കാളകളെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ താൻ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടിപ്പിൽ നോക്കിയ ദാവീദ് അവസാനം ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്റെ അധിപതിയാക്കി ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നിലയിൽ അവനോട് പറഞ്ഞപ്പോൾ അവസാനം തന്നെ ആ സങ്കീർത്തനം കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാമോ? ലാസ്റ്റ് വാക്യത്തിൽ, ഞങ്ങൾ കർത്താവായ യഹോവേ, നിന്റെ നാമ ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, എന്നെ ഇതുപോലെ സൃഷ്ടിച്ചത്. പക്ഷെ ഇത് വായിച്ചിട്ട് ഈ അധിപതിയാക്കി എന്ന് പറയുന്ന ദാവീദ് അന്ന് ആ പാസ്റ്റ് വേൾഡിനെ നോക്കി പറഞ്ഞ വാക്യം എബ്രായ ലേഖന കർത്താവ് എടുത്തിട്ട് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. എന്നിട്ട് താഴ്ച പറയുകയാണ്, എന്നാൽ ഇപ്പോഴെന്ത് കാണുന്നില്ല? എല്ലാം അവന് കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ല. ഞാൻ പറയാം, ആ പറയുന്ന ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഒരു പാസ്റ്റ് വേൾഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ പറയുക, ഇപ്പൊ എല്ലാം അവൻ എന്ത് ചെയ്യുന്നില്ല? കാൽ കീഴായിട്ട് കാണുന്നില്ല. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുക, സമയം കഴിഞ്ഞല്ലോ. നമ്മൾ ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്,